ബിഗ് ബോസ് സീസൺ 7-ലെ 11ാമത്തെ ആഴ്ചയിൽ 6 മത്സരാർത്ഥികളാണ് എവിക്ഷൻ പ്രക്രിയ നേരിടുന്നത്. ഇതിൽ പുറത്തേക്ക് പോകാൻ സാധ്യത ഏറെ ഉറപ്പിച്ച 3 മത്സരാർത്ഥികളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം. നമുക്കറിയാം ബിഗ് ബോസ് സീസൺ 7-ലെ ഏറ്റവും ഭാഗ്യമുള്ള മത്സരാർത്ഥികൾ ഒരാളായി മാറിയിരിക്കുകയാണ് സാബുമേൻ. കാരണം ഈ 6 പേരിൽ സാബുമേൻ ഇല്ല എന്നത് സാബുമേനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്, വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് 6 പേരിലേക്ക് വരുമ്പോൾ ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്നത് 3 മത്സരാർത്ഥികളാണ്. ആ ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ ഷാനവാസ്, ആര്യൻ, അക്ബർ എന്നിവർ ഇല്ല എന്നത് തന്നെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ പോളുകളായാലും സോഷ്യൽ മീഡിയയിലെ അഭിപ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 3 പേർ, അതായത് ഷാനവാസ് 1ാം സ്ഥാനത്തോടെ സേഫാകും, 2ാമത് ആര്യൻ സേഫാകും, 3 അക്ബർ സേഫാകും. ഇവർ 3 സേഫാകാനുള്ള സാധ്യത 90% ഉണ്ട്. അത് നമ്മുടെ സോഷ്യൽ മീഡിയ പോളുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. പിന്നീട് ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന മത്സരാർത്ഥിയാണ് നൂറ, അതേപോലെ തന്നെ ലക്ഷ്മി, നെവിൻ. ഈ 3 പേരാണ് പിന്നീട് ഡേഞ്ചറസ് സോണിലുള്ളത്. ഈ 3 പേരിൽ ഒരു പക്ഷേ ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ലക്ഷ്മിയും നെവിനും പുറത്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥ, അതായത് ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ജിസൈലിൻ്റെ പുറത്താവൽ, അതേപോലെ തന്നെ ജിഷിൻ്റെ പുറത്താവലൊക്കെ പോലെ നമ്മൾ ഞെട്ടുന്ന ഒരു പുറത്താവലാണെങ്കിൽ ഒരു പക്ഷേ നൂറയും നെവിനും പുറത്താവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നൂറയും ലക്ഷ്മിയും പുറത്താവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ ആഴ്ച ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ നമ്മൾ സോഷ്യൽ മീഡിയ പോളുകളും അൺഒഫീഷ്യൽ വോട്ടിങ്ങിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നൂറ, ലക്ഷ്മി, നെവിൻ ഇവരിൽ ആരെങ്കിലും പുറത്താകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഡബിൾ എവിക്ഷൻ വരികയാണെങ്കിൽ ഒരു പക്ഷേ ലക്ഷ്മി, നെവിൻ ആകാനുള്ള സാധ്യതയാണ് ഏറെക്കുറെ കൂടുതൽ.